ആ വചനം ജീവനുണ്ടായിരുന്നു, ആ ജീവൻ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു കൊണ്ടിരുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിയുന്നില്ല. ഈ സമയങ്ങളില്, ഈ രാത്രിയുടെ യാമങ്ങളില് അനേകം വ്യത്യസ്ത ചിന്തകളിലൂടെ കടന്നു പോകുന്ന മുല്ലശ്ശേരിയിലെ എന്റെ നല്ല ചേട്ടന്മാരെ, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു കൊണ്ടിരുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഇരുട്ടുകളെ, വേദനകളെ, താഴ്ചകളെ, നമ്മുടെ മരുഭൂമി പോലെയുള്ള പ്രശ്നങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ വെളിച്ചത്തിന്റെ കുറവുകളെ കർത്താവ് വചനത്തിൽ കൊണ്ട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1:5 പറയുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു കൊണ്ടിരുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിയുന്നില്ല. സങ്കീർത്തനത്തിന്റെ 77:10 പറയുന്നു, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം. നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലെ, നമ്മുടെ പ്രതിസന്ധികളിലെ, നമ്മുടെ ബുദ്ധിമുട്ടുകളിലെ നമ്മളെ ഇരുട്ട് താത്തിപ്പിടിക്കുമ്പോൾ, ഇരുട്ട് നമ്മുടെ ജീവിതത്തെ മാറുമ്പോൾ, ഇരുട്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഈ വെളിച്ചം ഈ വചനമാണെന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഈ റോഡിലോടുന്ന എല്ലാ വാഹനങ്ങൾക്കും അതിനൊരു വർക്ക്മെൻസ്, അതിനൊരു കാറ്റലോഗ് ഉണ്ട്. എല്ലാ ഉപകരണങ്ങൾക്കും അതിനൊരു കാറ്റലോഗ് ഉണ്ട്. എല്ലാ യന്ത്രങ്ങൾക്കും അതിനൊരു കാറ്റലോഗ് ഉണ്ട്. അതിനെ റിപ്പയർ ചെയ്യാൻ ആ കാറ്റലോഗ് വഴിയാണ് നമ്മൾ അതിനെ റിപ്പയർ ചെയ്യുന്നത്. ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചോദിച്ചാൽ അവർക്കറിയാം, ആ യന്ത്രം റിപ്പയർ ചെയ്യണമെങ്കിൽ അതിന്റെ കാറ്റലോഗ് വഴി മാത്രമേ പറ്റൂ. മനുഷ്യ മക്കളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങള്, കുറവുകള്, വേദനകള്, താഴ്ചകള്, ഇതെല്ലാം ഇതിനെ റിപ്പയർ ചെയ്യുവാൻ കർത്താവ് പറയാണ്, ഈ വചനം സത്യമാണെന്ന്. ഈ വചനം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തെറ്റുകള്, നിങ്ങളുടെ ജീവിതത്തിന്റെ പോരായ്മകള് നികത്തപ്പെടുമെന്ന് മാർക്കോസിന്റെ സുവിശേഷം 12:24 പറയാണ്, വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്?